നമസ്കാരം, ഞാൻ നിങ്ങൾ സ്വന്തം വിഷ്ണു കൊടുർ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഭാരത് മൊബിലിറ്റി എക്സ്പോയുടെ ഭാഗമായിട്ട് നമ്മളുടെ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിന്റെ പവലിയനിലാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. ഇന്ന് നമ്മളിവിടെ ഈ ഒരു കോമ്പാക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫ്യൂച്ചർ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിന്റെ MD ആയ നമ്മുടെ രതീഷ് സാർ നമ്മുടെ ഉണ്ട്. സർ, വെൽക്കം ടു ദ ഷോ. ഹായ് വിഷ്ണു, ഹൗ ആർ യു? ഫൈൻ സാർ, എങ്ങനെയുണ്ട് പ്രാവശ്യത്തെ ഒരു എക്സ്പോ ഒക്കെ? ജസ്റ്റ് ഇപ്പോൾ ഈ ഭാരത് മൊബിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇതിൽ നടക്കുന്നത്. അത് ബോമ എക്സ്പോ ആണ്. ഇതെല്ലാം മാറ്റി വെച്ച ശേഷം പുതിയൊരു എക്സ്പോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫസ്റ്റ് എർത്ത് മൂവിങ്ങിൻ്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇതാണ് എല്ലാം കൂടെ ഒറ്റക്കെടുക്കിൽ നിന്ന് വരുന്ന രീതിയിലേക്ക്. അതെ അതെ അതെ, എല്ലാ രീതിയിലും ഓട്ടോ എക്സ്പോ അങ്ങനത്തെ കുറേ എല്ലാം കൂടി ഒരേ രീതിയിലേക്ക് വരുന്ന രീതിയിലേക്കുള്ള ഒരു എക്സിബിഷനാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഭാവിയിലേക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ സാർ, അപ്പം ആക്ച്വലി നമ്മളുടെ ഒരു സെഗ്മെന്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേസിന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ കോമ്പാക്ടേഴ്സ് ബാക്ക് കുറേ അധികം ഉണ്ടെങ്കിലും നമ്മളെ കേരളത്തിലേക്ക് ഏറ്റവും വലിയ രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കോമ്പാക്ടേഴ്സ് ആണ്. കോമ്പാക്ടേഴ്സ് ബാക്ക് ലോഡേഴ്സ് നമുക്ക് പെർസെന്റേജ് വെച്ച് മാർക്കറ്റ് ഷെയർ നോക്കുമ്പോൾ ഒരു 60% മാർക്കറ്റ് ഷെയർ കോമ്പാക്ടേഴ്സിലും 10% വരെ ബാക്ക് ലോഡേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഏതായാലും നമ്മുടെ കേരളത്തിലേക്ക് സെല് ചെയ്ത് ഈ ഒരു കോമ്പാക്ടേഴ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ആക്ച്വലി ഇപ്പോൾ അറിയാലോ വിഷ്ണുവിന് BS3 BS4 എന്നെല്ലാം മാറിയിട്ട് ഇപ്പോൾ പുതിയൊരു ടെക്നോളജി BS5ലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മാർക്കറ്റ്. സോ മാർക്കറ്റ് BS5ലേക്ക് വരുമ്പോൾ തന്നെ പ്രോഡക്റ്റ് റേഞ്ചിൽ എൻ്റയർ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ബിക്കോസ് ഇത് ലോങ് ടേം പ്ലാൻ ആണ്. ഇനി BS6 പറഞ്ഞത് ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇനി വരാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എന്താ എല്ലാ കമ്പനീസും അപ്പോൾ എസ്പെഷ്യലി കേസിൻ്റെ കോമ്പാക്ടേഴ്സിലെല്ലാം നല്ല രീതിയിലൊരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ലോങ് ടേം പ്രോജക്റ്റ് വന്നിട്ട് ലാസ്റ്റ് 2 ഇയേഴ്സ് തൊട്ടുന്ന BS4 കൺവെർഷൻ 3 ഇയേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ BS5 എന്ന് പറയുന്നത് ലോങ് ടേം ഉള്ള ഒരു എയിമായിട്ടാണ് അപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ BS5 വരുമ്പോൾ തന്നെ ഇപ്പോൾ ആസ് പെർ നോംസ് വരുമ്പോൾ നമുക്ക് മുമ്പിലെ 49 HP ആയിരുന്നു ഈ മിനി കോമ്പാക്ടർ വന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി മഹേന്ദ്രയുടെ എഞ്ചിനാണ് മുമ്പിലും വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും മഹേന്ദ്രയുടെ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ 25 HP ലേക്കാണ് ഇഞ്ചിൻ്റെ ഹാർസ് പവർ കുറച്ചിരിക്കുന്നത്. 25 HP ആണ് ഇപ്പോൾ 3 സിലിണ്ടർ ഇഞ്ചിൻ. 25 HP 3 സിലിണ്ടർ എഞ്ചിന് 25 HP. അതെ അതെ, മുമ്പിലെ നമുക്ക് 450 49 HP ആയിരുന്നു ഉണ്ടായിരുന്നത്, മാറ്റിക്കൊണ്ട് 25 HP. സോ കംപ്ലീറ്റ് പ്രോഡക്റ്റ് റീസ്ട്രക്ചർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. പഴയ 450 പുതിയ 450 NXലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആണ്. ഈ അടിമുടി തൊട്ടുന്ന എല്ലാം മാറിയിരിക്കുകയാണ്. എല്ലാ സർവ്വ കാര്യങ്ങൾ ഇപ്പോൾ ഇതിലെ മെയിൻ ആയിട്ട് വരുമ്പോൾ തന്നെ ഡിസൈൻ ബാലൻസ് മുമ്പിലത്തെ കോമ്പാക്ടർ വരുമ്പോൾ തന്നെ അതിന്റെ ഡിസൈൻ തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിരിക്കണം. ഇനി മേജർ വെയിൻ ചേഞ്ചസ് 1000 mm ആണ് ഡ്രമ്മിന്റെ ചെയ്തിരിക്കുന്നത്. കോമ്പാക്ഷൻ ചെയ്യുന്ന ഡ്രമ്മിന്റെ കപ്പാസിറ്റി 1000 mm ആണ് വന്നിരിക്കുന്നത്. 1 മീറ്റർ 1250 ആയിരുന്നു ഒരു മീറ്ററിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. ചെറിയ ഇടവഴികൾക്ക് ഇപ്പോൾ എസ്പെഷ്യലി കേരളത്തിൽ നോക്കുമ്പോൾ തന്നെ ചെറിയ എല്ലാ ഇടവഴികളാണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ട്, ചെറിയൊരു കയറി പോകുന്ന രീതിയിലാണ്. പക്ഷെ ഇത് ഡ്രമ്മ് ചെറുതാക്കിയിട്ടുണ്ട്, പക്ഷെ കോമ്പാക്ഷൻ ഫോഴ്സ് സെയിം ആണ്. ഇപ്പൊ HP കുറഞ്ഞിട്ടുണ്ട്, ഡ്രമ്മും സൈസ് മാറിയിട്ടുണ്ട്. ബട്ട് കോമ്പാക്ഷൻ എന്താണ് മുമ്പിലെ 6 ton ആയിരുന്നു മുമ്പിൽ വന്നുകൊണ്ടിരുന്ന കോമ്പാക്ഷൻ അത് തന്നെ വെച്ചിരിക്കും. ബിക്കോസ് അതിന് കംപ്ലീറ്റ്ലി ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് അഡ്വാൻസ് ടെക്നോളജി ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മുമ്പിലെ HP ഗിയർ പമ്പ് സിസ്റ്റം ആയിരുന്നു. ഇപ്പോൾ ഹൈഡ്രോളിക് വേരിയബിൾ പമ്പ് വെച്ചിട്ടുള്ള സിസ്റ്റത്തിലേക്ക് ഹൈഡ്രോളിക്സ് ആണ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് ചേഞ്ച് വന്നിരിക്കുന്ന ക്യാബിന് മുമ്പിലത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു വേറെ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലിപ്പ് ഓപ്പൺ ചെയ്തിട്ട് എല്ലാ രീതിയിലേക്ക് അതിനെ കുറെ ഇതുണ്ടായിരുന്നു, പോരായ്മകളുണ്ടായിരുന്നു. ആ പോരായ്മകളെല്ലാം നികത്തിയിട്ട് എല്ലാം വന്നിരിക്കുന്ന ഇത്. അപ്പൊ ഈസി മെയിൻ്റെനൻസ് ആണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം വളരെ ഈസി ആയിട്ട് തുറന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് മുമ്പിൽ താണെങ്കിൽ 2 പേരും മിനിമം വന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇത് കോമ്പാക്ട് ചെയ്തു, ഇത് കുറച്ചുകൂടി ചെറുതാക്കി വരുമ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റം, ഇഞ്ചിൻ, ഹൈഡ്രോളിക് ടാങ്ക്സ് എല്ലാം മുമ്പിൽ തന്നെ റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒറ്റ ഇതിലേക്ക് വരുന്ന രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, നെക്സ്റ്റ് വരുമ്പോൾ കനോപ്പി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കനോപ്പി സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മുമ്പിലത്തെ സീറ്റിന്റെ കാട്ടിലും നല്ലൊരു കുഷനിങ് സീറ്റാണ് ഇപ്പൊ തന്നെ കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ എല്ലാ രീതിയിലേക്ക് വരുന്നത്. മുമ്പിൽ ബക്കറ്റ് സീറ്റ് അല്ലാത്ത രീതിയിലായിരുന്നു, ഇപ്പൊ ബക്കറ്റ് സീറ്റ് പോലത്തെ രീതിയിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. കയറി ജസ്റ്റ് ഒന്ന് ഇരുന്നോളൂ. ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് മാനേജ്മെന്റ് എല്ലാം അത്രയും രീതിയിലേക്കല്ല, ആ ഒരു കുഷനിങ് എല്ലാ രീതിയിലേക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ വിഷൻ ഈസി ആയിട്ട് ഈവൻ നമുക്ക് ക്ലോസ് ചെയ്താൽ പോലും
പ്രശ്നം വരുന്നില്ല. വിഷന് ഒരു പ്രശ്നം സൈഡ്സിൽ ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേന് ഈ വിഷൻ ക്ലിയർ ആണ്. ഈ വിഷന് ക്ലിയർ ആണ്. ഈ വിഷന് അപ്പുറത്ത് നോക്കണമെങ്കിൽ അപ്പുറത്തെ 2 വിഷൻസ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ ഈസി ആയിട്ട് അത് കാണാൻ പറ്റും. നമ്മളുടെ നേരത്തെ ഉള്ള കനോപ്പി നമുക്ക് അത് ഇപ്പോൾ അതിന് നമുക്ക് ട്രാൻസ്പോർട്ടിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. നമുക്ക് ചില കസ്റ്റമേഴ്സ് അങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ മരങ്ങൾ കൂടുതലുള്ള നാടാണ് നമ്മുടെ. മനസ്സിലായി. അപ്പൊ ആ മരങ്ങൾ തട്ടിയിട്ടുള്ള ഡാമേജുകൾ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് വന്നിട്ട് ഈസി ആയിട്ട് ഒരു സിസ്റ്റമാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കണേ. ഓക്കെ. ഇപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 ബോൾട്ട് ലൂസ് ചെയ്യാം. ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനെ നേരെ കനോപ്പി താഴത്തോട്ട് പോകും. ഇത് ലൂസ് ചെയ്യണം. ഇത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ ബോൾട്ട് പിന്നെ ഇവിടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പിന്നെ ആവശ്യം വരുമ്പോൾ നമുക്ക് നേരെ പൊക്കിട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്താൽ മനസ്സിലായി. അപ്പൊ ഇതിനകത്ത് വെച്ചാൽ പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, ഇത് അല്ലാത്ത രീതിയിൽ കൊടുക്കാം. ഒത്തിരി ഓപ്ഷൻസ് ആൾക്കാർ നമുക്ക് അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇത് കോമ്പാക്ടർ ആയതുകൊണ്ട് എങ്ങനെ ലൂസ് ആവുന്ന രീതി ഫിറ്റ് ചെയ്താലും ഇത് പെട്ടെന്ന് കംപ്ലൈന്റ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതി കൊടുത്തത്. പിന്നെ അത് മാത്രമല്ല മെയിൻലി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമ്മൾ ROPS FOPS ആണ്. റോൾ ഓവർ പ്രൊട്ടക്ടിവിറ്റി. FOPS എന്ന് പറഞ്ഞാൽ ഫോളിംഗ് ഓവർ പ്രൊട്ടക്ട് സേഫ്റ്റി ആണ്. അപ്പൊ ഈ രണ്ടും ഇൻബിൽട്ട് ആണ് ഈ മെഷീനില്. മനസ്സിലായി. അതായത് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തലകുത്തി മറിഞ്ഞപ്പോൾ ആൾക്ക് ഒന്നും പറ്റാത്ത രീതിയിലുള്ള ഡിസൈനാണ്. ഇപ്പൊ മേലെ നിന്ന് എന്തെങ്കിലും വന്ന് വീണാലും ഓപ്പറേറ്ററിന് ഹ്യൂമന് വരുന്നതാണ് ROPS FOPS സോ അതുകൊണ്ട് മാത്രമാണ് അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ തന്നെ അത്ര സ്ട്രെങ്ത് ഉള്ള പൈപ്പ് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ അപ്പൊ ഇത്ര വലിയ ചാനൽ കൊടുക്കേണ്ടി പറ്റില്ല. ബിക്കോസ് അത് വെയിറ്റ് പൊക്കാനങ്ങനെ തന്നെ 2 പേര് വേണ്ടി വരും. അത് വലിയ തല. അപ്പൊ അതിന് സിമ്പിൾ ആണ്. ബോൾട്ട് ലൂസ് ചെയ്യുക. 2 ബോൾട്ട് ലൂസ് ചെയ്യുക. കൊണ്ടുവരുന്ന നേരത്തെ ട്രാൻസ്പോർട്ട് ആണെന്ന് നമുക്ക് നേരെ. പിന്നെ അങ്ങനത്തെ ഒരു ഹൈറ്റും റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരു പഴയ 450 വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് റിഡക്ഷൻ ചെയ്തു. ബിക്കോസ് എന്താ അറിയോ, മുമ്പിലത്തെ സീറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് സീറ്റ് ആയിരുന്നു. അപ്പൊ അത് കുഷനിങ് കൊടുത്തതോടെ അത്രയും ഓപ്പറേറ്റർ ഹൈറ്റ് വ്യത്യാസം വരില്ല. ആ ഒരു ചേഞ്ച് നല്ല രീതിയിലേക്ക് വരുത്തിയിട്ടുണ്ട് 450. ഓക്കെ. അപ്പൊ ഏതായാലും നമുക്ക് ഇനി അടുത്ത മെഷീനിലേക്ക് അറിഞ്ഞാലോ. അത്യാവശ്യം ഹെവി ഒരു മെഷീനാണ്. ഇത് എനിക്ക് തോന്നുന്നു അടിപിടി മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇത് ഫുൾ കംപ്ലീറ്റ് ചേഞ്ച് ആണ്. 952 എന്ന് പറഞ്ഞ മോഡൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആണ്. കേസിൽ തന്നെ മുമ്പിലെ 752 എന്ന് പറഞ്ഞ മോഡലാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. 752 EX എന്ന് പറഞ്ഞ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തായത് 952 EX എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് BS4 വന്നപ്പോൾ. അത് അശോക് ലേലാൻഡ് എഞ്ചിൻ ആയിട്ടായിരുന്നു നമുക്ക് വന്നിരുന്നത്. അത് വളരെ കോമ്പാക്ട് ആണ്. എഞ്ചിനിലും സർവീസ് ചെയ്യണമെങ്കിലും കുറെ ഇഷ്യൂസ് അതിലുണ്ട്. സർവീസബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിനെന്ത് ചെയ്താണ് കമ്പനി കംപ്ലീറ്റ് ഡിസൈൻ തന്നെ റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. ടണ്ണേജിലും എല്ലാ രീതിയിലേക്കുള്ള ടണ്ണേജിൽ തന്നെ 9.5 ടൺസ് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേഡബിലിറ്റി, ചേസിന്റെ ലെങ്ത്, എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അടിമുടി ഫുൾ മാറ്റാണ്. 952 എന്ന് പറഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ്. പിന്നെ ഇതിൽ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ BS5 നമ്മുടെ ഓൺ എഞ്ചിനാണ്. ഫിയറ്റിന്റെ എഞ്ചിനാണ്. ഫിയറ്റ് പവർ ട്രെയിനിന്റെ എഞ്ചിനാണ്. അപ്പോൾ ഫ്യൂൽ എക്കണോമി കാര്യങ്ങളെല്ലാം വരുന്ന നോക്കുമ്പോൾ തന്നെ ഏത് പ്രോഡക്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ബെറ്റർ ദാൻ 2 ലിറ്ററിന്റെ താഴത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന്റെ നമ്മുടെ കോമ്പാക്ടിംഗ് പവർ എന്ന് പറയുമ്പോഴത്തേന് റേഞ്ച് വരെ നമുക്ക് ഇത് നമുക്ക് 10 ടൺ കോമ്പാക്ഷൻ ആണ്. 10 ടൺ കോമ്പാക്ഷൻ ആണ് വരുന്നത്. ടോട്ടൽ 20 ടൺ വരും. അല്ലല്ല, ഒറ്റ ഇത് 2 ഒരേ പാരലൽ ആയിട്ടാണ് ഓടിക്കുന്നത്. 10 ടൺ കോമ്പാക്ഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. ഫിനിഷിംഗ് ജോബ്സ് ലൈക്ക് GSP അടിച്ച ശേഷം മാത്രമുള്ള രീതിയിലേക്കാണ് ഈ മെഷീൻ കൂടുതലായിട്ട് പോകുന്നത്. പിന്നെ പറഞ്ഞല്ലോ ഈ സ്ട്രക്ചർ തന്നെ കംപ്ലീറ്റ്ലി നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് സ്ട്രക്ചർ എവറിത്തിങ് ഷുഡ് ബി. വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി ഒക്കെ കൂട്ടിയിട്ടുണ്ട്. വാട്ടർ ടാങ്ക് കപ്പാസിറ്റി കൂടി, മോഡൽ എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. മൊത്തത്തിൽ ഡിസൈൻ തന്നെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. മനസ്സിലായി. പിന്നെ മെയിൻ മുമ്പിൽ നമുക്ക് 2 മോഡൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് സ്ലൈഡിംഗ് സീറ്റ്. അതിന് കസ്റ്റമർ പിന്നെ കുറച്ച് എമൗണ്ട് കൂടുതൽ പേ ചെയ്യേണ്ടി പറയായിരുന്നു. ഇപ്പൊ നമുക്ക് ഒറ്റ സിംഗിൾ മോഡൽ ആക്കിയിട്ടുണ്ട്. മുമ്പിൽ ഫിക്സ് സീറ്റ് 952 EX 2 മോഡൽ ഉണ്ടായിരുന്നു. സ്ലൈഡിംഗ് സീറ്റും അല്ലാതെ. ഇപ്പൊ അത് ഒറ്റ സിംഗിൾ മോഡലായിട്ട് സ്ലൈഡിംഗ് സീറ്റ് ഉൾപ്പെടെ 45 ഡിഗ്രി ആംഗിൾ എവിടെ വേണമെങ്കിൽ നമുക്ക് തിരിഞ്ഞ് ഏത് സൈഡ് വേണമെങ്കിൽ ഇരുന്ന് നോക്കി ചെയ്യാൻ പറ്റും. അടുത്ത പ്രധാനമായിട്ട് നമുക്ക് ഇനി വേറെ ചേഞ്ചസ് ഒന്നുമില്ല ഇല്ലാത്ത ഒരു മെഷീനാണ് സോയിൽ കോമ്പാക്ടർ എന്ന് പറയുന്നത്. കഴിഞ്ഞ അതേ സെയിം തന്നെയാണ്. 110 HP വരുന്നത്. ഇല്ല, BS5 സെയിം എഞ്ചിൻ തന്നെയാണ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ആൾറെഡി. ബിക്കോസ് മുമ്പിലെ 74 HP വരെ ആയിരുന്നു BS4. സോ 74 HP അബോവ് വരുന്നതെല്ലാം
നമുക്ക് ഇതായിരുന്നു ഹാർഡ് ബ്ലോഡ് കൂടി പറഞ്ഞത്. സോ ഇതിലെ വേറെ ചേഞ്ചസ് സെയിം ആഡ് ബ്ലോഡ് കൂടി തന്നെ, ബിക്കോസ് മുമ്പിൽ 110 HP ആയിരുന്നു, ഇപ്പോഴും 110 HP തന്നെയാണ് നമുക്ക് കവർ ചെയ്തുകൊണ്ട് വരുന്നത്. സോയിൽ കോമ്പാക്ടറിൽ വേറെ ചേഞ്ചസ് ഇതായിട്ടൊന്നുമില്ല, സെയിം ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇത് പാഡൽ ഷിഫ്റ്റ് എന്ന് പറയും, നമുക്ക് മഡ് ഏരിയയിലൊക്കെ അറ്റാച്ച്മെന്റ്, ഇതൊരു അറ്റാച്ച്മെന്റ് ആണ്. ബാക്കി ഇതിൽ 2 മോഡൽസ് ഉണ്ട്, ഒന്ന് ഡ്രം ഡ്രൈവ്, ഒന്ന് EX നോർമൽ നോവൽ സോയിൽ കോമ്പാക്ടർ. ഹയസ്റ്റ് കോമ്പാക്ഷൻ ഫോഴ്സ്, ഹയസ്റ്റ് വെയിറ്റ്, MT വെയിറ്റിൽ വരുമ്പോൾ കേസാണ് ഏറ്റവും ഫ്രണ്ടിൽ വരുന്നത്. ലീഡിങ് ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ട് ലീഡ് ചെയ്യുന്നതും കേസ് തന്നെയാണ് വരുന്നത്. നമ്മളിപ്പോ എനിക്ക് തോന്നും ഇപ്പൊ ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ അങ്ങോട്ട് ഇത് നോക്കുമ്പോഴത്തേനെ റോഡ് പണിയുടെ എവിടെ അതെ കൂടുതൽ കേസിന്റെ തന്നെ ആൾമോസ്റ്റ് ഒരു 50 നമ്പേഴ്സ് വരെ പുറത്തുനിന്ന് വന്ന കമ്പനീസ് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. അങ്ങനെ നമ്മൾ കോമ്പാക്ട്നെസ് കണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബാക്ക് ലോഡേഴ്സ് ആണ്. ഇത് എൻ്റയർ ഡിഫറെന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്ട്സ് ആണ്. ലാസ്റ്റ് ടൈം നമ്മൾ 770NXന്റെ വീഡിയോ അത് നമുക്ക് 50 HP ആയിരുന്നു നമ്മൾ ചെയ്തത്. നമുക്ക് അന്ന് 50 HP 74 HP 2 കാറ്റഗറി ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. NX എന്ന് പറഞ്ഞ മോഡൽ 50 HP, അതേപോലെ തന്നെ EX Plus 3 മോഡൽസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. തന്നെ 4 വീൽ മോഡൽസും അല്ല, അതേ തന്നെ 770 EX Plus 4 വീൽ ഡ്രൈവ്സ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോ BS5 സെയിം. അപ്പോൾ BS5 വരുമ്പോൾ തന്നെ ഇഞ്ചിൻ മെയിൻ ബാക്ക് ലോഡറിലെ ഇഞ്ചിനാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ട് മീൻസ് നോക്കുന്നത്. ബിക്കോസ് ഈ ഓപ്പറേറ്റേഴ്സ് മീൻസ് ഓണേഴ്സ് ആയാലും ഏറ്റവും എല്ലാം നോക്കുന്നത് എക്കണോമിക്കലി ആയിട്ടുള്ള, ബിക്കോസ് ഇതിന്റെ പ്രൈസ് കൂടി വരുന്നു. പക്ഷെ ആകെ സേവ് ചെയ്യാൻ പറ്റുന്നത് ഫ്യൂളിൽ മാത്രമാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പ്രൈസ് കയറുന്നുണ്ട്, പക്ഷെ വാടകയും ഇതൊന്നും മാറുന്നില്ല. ചേഞ്ച് വാടക അതേപോലെ തന്നെ മിഷന്റെ പ്രൈസ് ഇങ്ങനെ കയറി പോകുന്നത് എല്ലാം ഇത്. അപ്പൊ നമുക്ക് ബാക്കോലെ 3 മോഡൽസ് ആണ് നമുക്കുള്ളത്. BS5 സീരീസിലെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മോഡൽസ്. ഇതെല്ലാം HP കോമൺ ആണ്. 74 സെയിം എഞ്ചിനാണ്, എല്ലാത്തിലും സെയിം എഞ്ചിനാണ്, 3 സെയിം എഞ്ചിൻ തന്നെയാണ്. വേറെ ഒരു ചേഞ്ചസ് അതിലൊന്നുമില്ല. FPT FT28 എന്ന് പറഞ്ഞ ഒരു എഞ്ചിനാണ് വരുന്നത്. ഇതിലപ്പോ എന്താണ് ചേഞ്ച് 3 വണ്ടിയിലേക്കും? എല്ലാ ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് വരും. അപ്പൊ എന്താണ് ഒരു വ്യത്യാസം? നമുക്ക് കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഫുൾ ക്ലോസ് ചെയ്തെന്ന് തോന്നല്ലേ? അത് പഴയ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സെൻസർ വണ്ടികളാണ് എല്ലാം വരുന്നത്. ബിക്കോസ് നമ്മുടെ ബാക്ക് വർക്ക് ചെയ്യുന്നത് തന്നെ ഡസ്റ്റി കണ്ടീഷൻസിലാണ്. അപ്പോൾ എത്രത്തോളം ഡസ്റ്റ് ഫുൾ കവർ ചെയ്ത രീതിയിലേക്കാണ് ക്യാബിൻ. ഇതിന്റെ മഡ് ഗാർഡ് എന്ന് പറഞ്ഞത് ഇത് നീറ്റായിട്ട് കവർ ചെയ്തുള്ള രീതിയിലേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് എയർ ഫ്ലോ ആയിട്ടുള്ള ഇല്ല, അതിന് ഇഷ്യൂസ് ഇല്ല. ബിക്കോസ് എയർ ഫ്ലോ ആൾറെഡി ഫ്രണ്ടിൽ നിന്നാണ് വരുന്നത്. നമുക്ക് എയർ ഫ്ലോ കാര്യങ്ങളെല്ലാം എയർ കൂളേഴ്സ് എല്ലാം ഈ ഒരു ഇതിലാണ് വരുന്നത്. ഈ ഒരു സ്പേസ് മതി അതിനെല്ലാം ഇത് കവർ ചെയ്യാനായിട്ട്. ബിക്കോസ് അതിനെ പറഞ്ഞില്ല, ഇത് BS5 FPT എഞ്ചിൻ എന്ന് പറയുന്നത് ഒരുപാട് അഡ്വാൻസ് ടെക്നോളജി എഞ്ചിനാണ്. ബാക്കി കമ്പാരിറ്റീവ്ലി ചെയ്യുമ്പോൾ തന്നെ പിസ്റ്റൺ കാസ്റ്റിംഗ് ചെയ്യുന്നതെല്ലാം ഇന്നലെ ഞാൻ ഫാക്ടറിയിൽ പോയിരുന്നു, Fiatന്റെ ഫാക്ടറി. എൻ്റയർ ഡിഫറെന്റ് ആണ്. ബാക്കി എല്ലാം നോക്കുമ്പോൾ തന്നെ കോമ്പണൻസ് ഇറ്റ് ഷുഡ് ബി പ്രീമിയം ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. അപ്പോൾ ഹീറ്റ് ഓവർ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം വെച്ചിട്ടാണ്. അടിപൊളിയാണ്. ഞാൻ അതിന്റെ ഒരു ദിവസം പ്ലാന്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യുക FPT, ബിക്കോസ് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ എഞ്ചിനാണ്. സൗണ്ട് പഴയ വണ്ടിയിലെ കമ്പയർ ചെയ്യുമ്പോൾ 20% നോയ്സ് കുറവാണ്. നോയ്സ് ഇല്ല. ഈവൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ നമുക്ക് ഇവിടെ നിന്നാ പോലെ നോയ്സ് കേൾക്കില്ല. അത്രയും ഡെസിബിലിറ്റി കുറവാണ്. ബിക്കോസ് അത് 20% ഇഞ്ചൻ കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫുള്ളി കവർ ചെയ്തതുകൊണ്ട് പിന്നെ ആ ഒരു സൗണ്ട് പറഞ്ഞ ഒരു സംഭവം ഇല്ല. പുറത്തേക്ക് ഒരു സൗണ്ട് അറിയത്തില്ല. ഇതില് FPT 74 HP എഞ്ചിനാണ്. പക്ഷെ പമ്പ് ഫ്ലോ വന്നിട്ട് 119 LPM മാത്രമേ. 116 ആയിരുന്നു പഴയ LPM. അപ്പൊ അതിനിപ്പോ നമുക്ക് 119 LPM ആക്കിയിട്ടുണ്ട്. ലിറ്റർ പെർ മിനിറ്റ് 119 LPM ആണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. നോർമലി ഹയറിംഗ് സെഗ്മെന്റ് ഈ ഒരു പ്രോഡക്റ്റ് പോകുന്നത് ഹയറിംഗ് സെഗ്മെന്റിൽ. ഇപ്പോൾ ഫ്യൂൽ കൺസംഷൻ വർക്ക് നോക്കണ എല്ലാ രീതിയിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് കൂടുതൽ ഹയറിംഗ് സെഗ്മെന്റും അങ്ങനത്തെ ഒരു രീതിയിലേക്കുള്ള പ്രൊഡക്ടിവിറ്റി മീൻസ് നോക്കണം. അതന്നെ ആ രീതിയിലേക്കുള്ള രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു മോഡലാണ് 770 NX എന്ന് പറഞ്ഞ മോഡൽ. അതായത് നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന 770 EX 74 HP അതേ മോഡൽ തന്നെ, ബട്ട് ഓൺലി അതേ സെയിം പമ്പ് ഫ്ലോ എല്ലാം സെയിം. ഒരു ചെറിയ 3 എൽപ്പം മാത്രം വന്നു, ബിക്കോസ് വേരിയബിൾ പമ്പാണ്. പണ്ട് മുമ്പിൽ ഗിയർ പമ്പായിരുന്നു, വേരിയബിൾ പമ്പ് ആക്കിയിട്ടുണ്ട്. എല്ലാ വണ്ടി വേരിയബിൾ പമ്പ് തന്നെയാണ്. ഇതൊരു 770 NX. ബാക്കി പിന്നെ എല്ലാം സെയിം ബൂം ആം എല്ലാം ഒരു ചേഞ്ചസ് എല്ലാം നമ്മുടെ തന്നെയാണ്. ഫ്ലീറ്റ് ബൂം സ്ട്രൈറ്റ് ആം ലോഡർ വേറെ കോമ്പറ്റീഷൻ ആയിട്ട് നോക്കുമ്പോൾ പിന്നെ ബുഷ് കോണ്ട് എല്ലാം കുറവാണ്. അതിന് നമുക്ക് വരുമ്പോൾ തന്നെ ബനാന ബൂമാണ് ബാക്കിൽ വരുന്നത്. ഇത് സ്ട്രൈറ്റ്
കിട്ടാൻ ബൂമാണ്. അപ്പോൾ നമുക്ക് പിന്ന് ബുഷിന്റെ കൗണ്ട് കുറവായിരിക്കും. പിന്നെ ആൾറെഡി നമ്മൾ തന്നെ പറയാറുണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സ് പറയാറുണ്ട് ഗ്രീസ് അടിക്കാതെ തന്നെ 6000 മണിക്കൂർ പിന്ന് ബുഷ് ചേഞ്ച് ചെയ്യേണ്ടി വരില്ല. ഗ്രീസ് അടിച്ചു കഴിഞ്ഞാൽ ലൈഫ് ടൈം ആണ്. അങ്ങനെ ഒരു ചേഞ്ചസ് പോലും നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റിൽ വരുന്നില്ല. പിന്നെ ക്യാബിന് കേരളത്തിലെ മുമ്പിലെ ഒരു നമ്മുടെ വലിയ ക്യാബിനായിരുന്നു. അപ്പോൾ ആൾറെഡി BS4 തന്നെ നമ്മൾ മാറിയിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടി ഇതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ AC വെന്റിലേഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് AC വരുന്നുണ്ട്. മുമ്പിൽ AC ഉണ്ടായിരുന്നു. ഇപ്പൊ വരുന്ന AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കംപ്ലീറ്റ് എക്സ്പോർട്ട് പോണ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 40 രാജ്യങ്ങൾക്ക് പോണ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ മുമ്പിൽ വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ AC വെഹിക്കിൾ ഉണ്ട്. പക്ഷെ നമുക്ക് കോസ്റ്റ് ബേസ് വരുമ്പോൾ തന്നെ ഒരുപാട്, ബിക്കോസ് എന്താ പറയുക ഹൈ വാക്ക് ബിക്കോസ് ഹീറ്റ് രണ്ടും വരണം. നമുക്ക് ഹീറ്റ് കോൾഡ് വേണം. ബിക്കോസ് ഏത് കൺട്രിയിൽ പോയാലും ചിലപ്പോൾ യൂറോപ്പ് കൺട്രിയിലൊക്കെ പോകുമ്പോൾ തന്നെ കോൾഡ് കണ്ടീഷൻസ് ആണ്. അവിടെ ഓപ്പറേറ്ററിന് വേണ്ടത് ഹീറ്റാണ്. അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു ജമ്മു കാശ്മീർ അല്ലാതെ വേറെ ഒരു സ്ഥലത്തും അങ്ങനത്തെ ഒരു പോകുന്നില്ല. അപ്പോൾ എന്താ ബാക്കി മാർക്കറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ AC മാത്രം, ഓൺലി AC. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ മുമ്പിൽ എന്താ പുറത്തുനിന്ന് ഒരു AC ഇൻബിൽഡ് ചെയ്ത ക്യാബിൻ്റെ ഉള്ളിൽ വെക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന പ്രൊഡക്റ്റിലെല്ലാം AC കമ്പൽസറി ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഓപ്പറേറ്ററിനെ മുമ്പിൽ പറഞ്ഞ ഫ്ലോ ഡയറക്റ്റ് ആയിട്ട് ഓപ്പറേറ്ററിന് അടിക്കണം. ചിലപ്പോൾ അല്ലാതെ ക്യാബിനാണ് നമ്മൾ കാറിലിരിക്കുന്ന ആ ഒരു ഫീലിങ്ങിലാണ് കിട്ടും. ആ ഒരു AC പ്രോഡക്റ്റ് കൂടി നമുക്ക് ആഡ് ഓൺ ആയിട്ടുണ്ട്. എല്ലാ മോഡൽസിലെ AC ക്യാബിൻസിൻ്റെ വെന്റിലേഷൻ്റെ കൂടി കൂട്ടിയിട്ടാണ് വരുന്നത്. അതെ. സോ ഇനി വരുമ്പോൾ തന്നെ 770 NX മാഗ്നം ആണ്. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് 14 ഫീറ്റ് ആണ് ബൂം ലെങ്ത്. ഇത് 15 ഫീറ്റ് ആണ്. 15 ഫീറ്റ് ബക്കറ്റിന്റെ സൈസ് ഡിഫറൻസ് ആണ്. അല്ല, ഇത് ഓപ്ഷണലാണ്. ഇത് സ്റ്റാൻഡേർഡൈസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് വരുന്നത് എന്ന് പറയുന്നത് 770 NX 14 ഫീറ്റ് ആണ് നോർമൽ ബൂം വരുന്നത്. എല്ലാ ബാക്കോ നോക്കുമ്പോൾ 14 ഫീറ്റ് ആണ്. ഇത് 0.26 ബക്കറ്റാ എല്ലാ ബാക്കോസ്. നമ്മളിപ്പോൾ ഏത് കമ്പയർ ചെയ്താലും ആ ഒരു സ്റ്റാൻഡേർഡ് ലെവലാണ്. പക്ഷെ കുറച്ചുകൂടി ഹൈ എൻഡ് മോഡലാണ്. നമുക്ക് 15 ഫീറ്റ് ബൂം ഉണ്ടാവും. അപ്പോൾ ബക്കറ്റ് സൈസ് വന്നിട്ട് 0.30 ആണ്. ബക്കറ്റ് വലിയ ബക്കറ്റാണ്. സോ എന്നാൽ പ്രൊഡക്ടിവിറ്റി നോക്കുന്ന ആൾക്കാർ ലൈക്ക് ക്രഷേഴ്സ്, ക്വാറീസ്, അവർക്ക് അവിടെ മെയിൻ പ്രൊഡക്ടിവിറ്റിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു റേഞ്ചിൽ അപ്പോൾ നമുക്ക് എന്താ ചേഞ്ച് ചെയ്യുന്നത് 74 HP തന്നെയാണ്. ബട്ട് പമ്പ് ഫ്ലോ ഹൈഡ്രോളിക് സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഏകദേശം നമുക്ക് 141 LPM പമ്പ് ഫ്ലോ ഉണ്ട്. ഇപ്പോൾ ബ്രേക്കർ അപ്ലിക്കേഷനോ കാര്യങ്ങൾ ഹെവി പ്രൊഡക്ഷൻ എടുക്കുന്ന എല്ലാം ഒരു NX മാഗ്നം എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഇതിൽ 4 വീൽ ഡ്രൈവ് നമുക്ക് ഓപ്ഷനിലാണ്. 4 വീൽ ഡ്രൈവ് പിന്നെ എക്സ്റ്റെൻഡഡ് ഏകദേശം 1.5 മീറ്റേഴ്സ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് 15 ഫീറ്റിന്റെ പിന്നെ മുന്നോട്ട് പോയിട്ട് അത് നമുക്ക് അങ്ങനത്തെ ഒരു ഇതെല്ലാം ഓപ്ഷൻസ് ഉള്ള ഇതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഈ നോർമൽ ഈ ടൈപ്പ് ഓഫ് ഒരു ബാക്ക് വയ്ക്കാതെ എത്ര കപ്പാസിറ്റി വരെ ഉള്ള ബക്കറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും മാക്സിമം? നമുക്ക് 6 തൊട്ട് നമുക്ക് 0.3 വരെ. ഇത് ഇപ്പോൾ മാഗ്നത്തിൽ വരുമ്പോൾ 0.3 ബക്കറ്റ്, 0.3 ക്യൂബിക് മീറ്റർ ബക്കറ്റ് മാക്സിമം ബക്കറ്റ്. പിന്നെ ബാക്ക് ഹോൾ വരുമ്പോൾ ഇത് സെയിം ബാക്കി 1.1 ക്യൂബിക് മീറ്റർ ആണ്. എല്ലാം സ്റ്റാൻഡേർഡൈസ് ആണ്. ബക്കറ്റിൽ തന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. 6-in-1 ബക്കറ്റ്, BDB ബക്കറ്റ്, ബോട്ടം ഡ്രം ബക്കറ്റ്. ബിക്കോസ് ഹെവി ലോ ടിപ്പേഴ്സ് ആൾറെഡി വിഷ്ണു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഹൈ ഡം ബക്കറ്റ് ആണ്. 4 മീറ്റർ ഹൈറ്റിലേക്ക് നമുക്ക് ഡംപ് ചെയ്യാൻ പറ്റും. ഹൈ ഡം ബക്കറ്റ്. BDB എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൺലി ബക്കറ്റിന്റെ ഫ്രണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ജസ്റ്റ് ആ ബക്കറ്റ്സിനെ പറ്റി ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ബക്കറ്റ് റേഞ്ച്. ഇത് BDB ബക്കറ്റ് ആണ്. ബോട്ടം ഡ്രം ബക്കറ്റ്. ഇത് 7-in-1 ബക്കറ്റ് ആണ്. 7 ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ 6-in-1 ആണ് നോർമൽ വരുന്നത്. ഇത് ലിഫ്റ്റ് ആണ്. ഫോർക്ക് ലിഫ്റ്റിന്റെ അപ്പൊ ബക്കറ്റ് മാറിയിട്ട് ഇതിനെ ഫ്രണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മാറിയിട്ട് അപ്പൊ ഫോർക്ക് ലിഫ്റ്റ് ടൈപ്പ് ഓഫ് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡോസിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതിനെ മാറ്റിയിടാം. ഇപ്പൊ ഈ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് കണ്ടിരുന്നു, ഇതിൽ 2 എക്സ്ട്രാ സിലിണ്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ആ സിലിണ്ടേഴ്സ് വരുമ്പോൾ ഈ ബക്കറ്റ് മോൾഡ് ആവും. അപ്പൊ ഡോസിംഗ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പൊ ചിപ്സ് വിരിക്കണമെങ്കിൽ ജസ്റ്റ് കുറച്ച് തുറന്നാൽ മതി. ഹൈഡ്രോളിക്കിലായിട്ട് ഈസി ആയിട്ട് ഇട്ടങ്ങോട്ട് പോവാർ ലെവലിംഗ് ആയിട്ട് പല രീതിയിലുള്ള ബക്കറ്റ് പരവല്ലേ. ഇതാണ് നമുക്ക് 6-in-1 ബക്കറ്റ്. ഇത് 7-in-1 ബക്കറ്റ്. ഇതാണ് ബക്കറ്റ്സിന് വ്യത്യാസം. അതെല്ലാം പക്ഷെ ക്യൂബിക് മീറ്റർ സെയിം ആണ്. 1.1 ക്യൂബിക് മീറ്റർ. പിന്നെ നമുക്ക് വരുന്നത് 851 പറഞ്ഞ ഒരു മോഡലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഉണ്ടായിരുന്നതാണ് 851 പറഞ്ഞ ഒരു മോഡൽ. കുറച്ചുകൂടി ചേഞ്ചസ് വരുത്തിയിട്ടുള്ള 851 ഇപ്പോൾ വന്നിട്ടുണ്ട്. 1.2 ബക്കറ്റ് ആണ് വരുന്നത്, ഫ്രണ്ട് ബക്കറ്റ്. അടുത്ത ചേഞ്ച് എന്ന് പറഞ്ഞാൽ പിവറ്റ് പിൻ സിസ്റ്റം ആണ്. നമുക്ക് മഡ് വർക്ക്സ് കാര്യങ്ങൾ എവിടെ വേണമെങ്കിലും നമുക്ക് ക്വാറിയിൽ ഏത് സ്ഥലത്തായാലും ഇപ്പൊ കേട്ടം കയറി പോകണം, അങ്ങനത്തെ എല്ലാ രീതിയിലേക്കുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇത് വരുന്നത്. പിവറ്റ് പിന്നെ ആ ഒരു ചേഞ്ച് മാത്രമല്ല 74 HP സെയിം LPM മാഗ്നത്തിനുള്ള
അതേ LPM തന്നെയാണ് ഇതിലും വരുന്നത്. മറ്റേ ഓൺലി ചേഞ്ചസ് സെൻട്രൽ പിവറ്റ് ആയിട്ടാണ് വരുന്നത്. ശരി. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനമായിട്ടും ഈ ഒരു മെഷീൻസിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അതിൽ എഞ്ചിൻ ഇപ്പോൾ നമ്മൾ ഇത്ര വരെ സംസാരിച്ചുകൊണ്ടിരുന്ന F8-ന്റെ FPT ഇഞ്ചിൻ. അപ്പോൾ അതിൽ 952-ലും ബാക്കോസിലും എല്ലാം വരുന്ന ഇത് ഇഞ്ചിനാണ് 74 HP-യുടെ. എല്ലാത്തിലും നമുക്ക് അത്രയും പ്രൊഡക്ട്സിൽ വരുന്നതുകൊണ്ട് പാർട്സിന്റെ അവൈലബിലിറ്റി കാര്യങ്ങളൊന്നും ഇഷ്യൂ ഇല്ല. ഈ മെയ്ഡ് ഇൻ ഇന്ത്യ ഇഞ്ചിനാണ്, ലോക്കൽ ചെയ്തിട്ടുള്ള ഇഞ്ചിനാണ്. ആൾമോസ്റ്റ് പുറത്ത് എല്ലാ കൺട്രീസിലേക്കും പോകുന്ന സെയിം ഇഞ്ചിൻ തന്നെയാണ്. എന്താണ് ഇതിനകത്ത് നമ്മുടെ പഴയ എഞ്ചിനും ഈ പുതിയ എഞ്ചിനായിട്ടുള്ള വ്യത്യാസം? BS5 ടെക്നോളജിയാണ്. ടെക്നോളജി പിന്നെ ഫ്യൂൾ സിസ്റ്റം, കാസ്റ്റിംഗ്, ഇതിന്റെ ഓരോരോ പാർട്സും വളരെ ലോങ് ടേം വരുന്ന രീതിയിലേക്കാണ് ഇഞ്ചിൻ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇതിന്റെ സർവീസോ കാര്യങ്ങളോ എല്ലാം ചെയ്തിരിക്കുന്നത് കേസ് തന്നെയാണ്. അപ്പോൾ വേറെ ഒരു മാനുഫാക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചില കമ്പനീസ് ആണെങ്കിൽ വേറെ മാനുഫാക്ചറിന്റെ സർവീസിന് വിളിക്കണം, അവരുടെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അത് ആ മിസ്റ്റേക്കാണ്. പക്ഷേ ഇത് ഒറ്റ പ്രോഡക്റ്റാണ് നമ്മൾ ഇൻ ഹൗസ് തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മുടെ ബാക്കോട് അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് കേസിന് ഒരു മെയിൻ എയിം എന്താണെന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഭരോസ, അത് കേസ് മീൻസ് കസ്റ്റമറിന് ഒരു കോൺഫിഡൻറ്റ് കൊടുക്കാം, വിശ്വാസത്തിന്. അപ്പോൾ അതിലെങ്ങനെ കൊടുക്കാൻ പറ്റും? ലോ മെയിൻ്റെനൻസ് കോസ്റ്റ്, ലോ ഫ്യൂൽ കൺജംഷൻ, ഇതെല്ലാം ഉണ്ടെങ്കിലാണ് പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ടാവുക. അപ്പോൾ കേസ് വന്നിട്ട് ക്വാളിറ്റിയിലോ ഒരു രീതിയിൽ പോലും കോംപ്രമൈസ് അല്ല. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഫ്യൂൽ എക്കണോമിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത പ്രകാരം 20% ഞങ്ങളുടെ പ്രോഡക്റ്റിൽ തന്നെ 770 EX പ്ലസിന്റെ അശോക് ലേലാൻഡ് ആയിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. അതിന്റെ 20% ഫ്യൂൽ കൺജംഷൻ റെഡ്യൂസ് ആണ് ഈ ഇഞ്ചിനിൽ BS5 ടെക്നോളജിയിൽ. ബട്ട് കോമ്പറ്റീഷൻസ് ആയിട്ട് നോക്കുമ്പോൾ ഏകദേശം 40 to 50% വേരിയേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പില് S8000 പറഞ്ഞ ഒരു ഫിയറ്റിന്റെ എഞ്ചിൻ ഉണ്ടായിരുന്നു. എല്ലാ കോമ്പറ്റീഷൻസിൽ വെച്ച് നോക്കുമ്പോൾ 2 ലിറ്റേഴ്സിന്റെ വേരിയേഷൻ ഉണ്ട്. അത് ആൾറെഡി നമ്മുടെ കസ്റ്റമേഴ്സ് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ കാട്ടിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എഞ്ചിൻ, ലോ നോയിസ് ആണ്. ആ ഒരു രീതിയിലേക്കാണ് എഞ്ചിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി കേസിന്റെ കൺസ്ട്രക്ഷൻ പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്ത എഞ്ചിനാണ്. നമ്മുടെ ഇന്നൊരു പ്രൊഡക്റ്റ് ആണ് സ്കിഡ് സ്റ്റീൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൾറെഡി മുമ്പിൽ ഇമ്പോർട്ട് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. US-ലായിരുന്നു ഇതിന്റെ പ്ലാന്റ് എല്ലാം. ലാസ്റ്റ് 1 year മുമ്പിലാണ് ഇന്ത്യയിൽ ഇത് എത്തി തുടങ്ങിയത്. ഇന്ത്യയിലെ മെയ്ഡ് ഇൻ ഇന്ത്യ ടു ഓൾ അതർ 40 countries. അപ്പോൾ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ ചെയ്യുന്ന 2 മോഡൽസ് ആണ്. ഒന്ന് SR130, SR175 എന്ന് പറഞ്ഞ ഈ 2 മോഡൽസ് ആണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു 5 മിഷനത്തോളം നമ്മൾ SR130 എന്ന് പറഞ്ഞ ഒരു മോഡൽ നമ്മൾ ആൾറെഡി കൊടുത്തു കഴിഞ്ഞു. ആൾറെഡി ഇതിൽ പറഞ്ഞാൽ പർക്കിൻസിന്റെ എഞ്ചിനാണ്. പർക്കിൻസ് എഞ്ചിനാണ്. സോ ഇത് BS3 കാറ്റഗറിയിൽ വരുന്നതാണ്. സോ ഇനി വരാൻ പോകുന്നത് 60 HP BS5 കാറ്റഗറിയിലാണ്. BS5 കാറ്റഗറി. സോ നമുക്കിനി ഇതായിരിക്കും ഉണ്ടാവുക. ഇനിയുള്ള ഭാവിയിലേക്ക് BS5 എഞ്ചിൻ ആയതുകൊണ്ട് ഇതായിരിക്കും. ഇത് ചില രാജ്യങ്ങൾക്ക് പോകുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷനാണ്. പക്ഷേ അതർ കൺട്രീസ് എവിടെയൊക്കെ നാംസ് ഇല്ലാത്ത രീതിയിൽ വരണം അവിടെ. അപ്പോൾ നമുക്ക് പറഞ്ഞത് BS5-യുടെ പർക്കിൻസ് എഞ്ചിനിൽ വരുന്ന ഇതാണ് വരുന്നത്. 60 HP സെയിം പർക്കിൻസ് എഞ്ചിൻ. ബിക്കോസ് ഇത് വേൾഡ് വൈഡ് ഉള്ള പ്രോഡക്റ്റ് ആണ്. ഇന്റർനാഷണൽ എഞ്ചിൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് എത്ര അറ്റാച്ച്മെന്റ്സ് വരുന്നുണ്ട്? നമ്മുടെ ഇതിന് 66 അറ്റാച്ച്മെന്റ്സ് വെക്കാൻ പറ്റുന്നതാണ്. പല രീതിയിലേക്കുള്ള അറ്റാച്ച്മെന്റ്സ്, 66 അറ്റാച്ച്മെന്റ്സ് നമുക്ക് സ്കിഡില് ചെയ്യാൻ പറ്റുന്ന റോളർ, ഹൈഡം ബക്കറ്റ്, ഫോർക്ക് ലിഫ്റ്റ്, പല നിങ്ങൾക്ക് എന്തുവാണെങ്കിലും അറ്റാച്ച്മെന്റ് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്ന. ബിക്കോസ് ഈസിയാണ്. അതിലെന്തോ പറയാൻ ഉദ്ദേശം എന്നറിയോ? ഇത് ക്വിക്ക് കപ്ലറാണ്. നോർമൽ അറ്റാച്ച്മെന്റ് വെക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒരു ക്വിക്ക് കപ്ലർ പറഞ്ഞ ഒരു സംഭവം വരണം. ഇതിലെ ക്വിക്ക് കപ്ലർ ആൾറെഡി ഇൻബിൽട്ട് ആണ്. ബിക്കോസ് ഇതിന്റെ ഹൈഡ്രോളിക് ലൈനിന് വേറെ പോണ്ട. ഇവിടെ തന്നെ കണക്ടിവിറ്റി ആണ്, ഹൈഡ്രോളിക് ആണ്. അപ്പോൾ നമുക്ക് ഏത് അറ്റാച്ച്മെന്റ് വേണമെങ്കിൽ നമുക്ക് ഇത് ഡസ്റ്റ് കളക്ടറാണ്. മാറ്റിയിട്ട് വിത്തിൻ സെക്കൻഡ്സിന്റെ ഉള്ളിൽ നമുക്ക് അടുത്തത് വെക്കാം. അത് കഴിഞ്ഞ ഫോർക്ക് ലിഫ്റ്റ് വേണമെങ്കിൽ ഫോർക്ക് ലിഫ്റ്റ്, ക്രാബർ വേണമെങ്കിൽ ക്രാബർ. മനസ്സിലായി. എല്ലാ രീതിയിലേക്കുള്ള ഒരു ഇതാണ്. പക്ഷെ ഇറ്റ്സ് സെയിം അതേപോലെ തന്നെ ROPS, FOPS എല്ലാം കവർ ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇനി കമ്പാരിസൺ നോക്കണമെങ്കിൽ സ്കിഡിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ടയർ തേയ്മാനമാണ്. 360 degrees റൊട്ടേഷൻ ആണ്. പല രീതിയിലേക്കുള്ള മൾട്ടിപ്പിൾ ഇതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി എന്താ പറഞ്ഞാൽ കൂടുതൽ ഡോസിങ് ചെയ്യുമ്പോഴാണ് ടയർ കറങ്ങണത്. മനസ്സിലായി. ആ സമയത്ത് അതിനെന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ രീതിയിലാണ്. കേസിന്റെ ഡിസൈൻ മാത്രമേ ഉള്ളൂ, കേസിന് മാത്രമേ ഉള്ളൂ ഈ ബൂം. അപ്പോൾ ഈ ബൂം വന്നിട്ടുണ്ട് ഇപ്പോൾ ഡോസിങ് ചെയ്യാൻ. ഈ ബൂം വന്നിട്ട് ഡയറക്റ്റ് വന്നിട്ട് ചേസിസിലേക്കാണ്
ടച്ച് ആവുന്നത്. വേറെ ഏത് കോമ്പറ്റീഷൻ്റെയും ബൂമ് സെപ്പറേറ്റും ചേസിസ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഒരു ഡോസിങ് ഒരു പവർ കഴിഞ്ഞപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ലോഡ് വരുന്നത് ടയറിലാണ്. സോ ഇതിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ചേസിസിൽ. കാരണം സോ ടയറിൻ്റെ കാട്ടിൽ കൂടുതൽ പുഷിങ് ചെയ്യാൻ പറ്റും നമുക്ക് ലോഡ്. അതിനനുസരിച്ച് ഫുൾ പവർ ചേസിസിൻ്റെ അടക്കം നമുക്ക് യൂട്ടിലൈസേഷൻ ഉണ്ടാവും. മനസ്സിലായി. സോ പ്രൊഡക്ടിവിറ്റി കൂടും, നമുക്ക് പെർഫോമൻസ് വൈസ് വേറെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, അഡ്വാൻസ്ഡ് ഇതായിരിക്കും. സോ പിന്നെ ബാക്കിയെല്ലാം ജോയ്സ്റ്റിക് ഓപ്പറേഷൻസ് ആണ്, സെയിം സാധനം തന്നെയാണ്. നമുക്ക് SR 175 വരുമ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്, ഡോർ ഉണ്ട്, ഡോർ ഇല്ലാത്തതും ഉണ്ട്. രണ്ട് ടൈപ്പ് ഓപ്ഷൻസിൽ വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ക്ലോസ്ഡ് വേണം, AC വേണമെന്നുണ്ടെങ്കിൽ ACയും ചെയ്യാൻ പറ്റും. വിഷ്ണു ഒന്ന് ജസ്റ്റ് കയറി. ഓക്കെ, അത് സേഫ്റ്റിയാണ്. സോ എല്ലാ ഓപ്പറേഷൻസ് മൊത്തം കംപ്ലീറ്റ്ലി വേറെ കാലൊന്നും അനക്കേണ്ട ആവശ്യമില്ല. ഫുൾ കയ്യിലെ ഈ സ്വിച്ചസിലാണ് എല്ലാം ഓപ്പറേഷൻസ്. അത് ഫോർവേഡ്, റിവേഴ്സ്, പവർ. ക്യാബിന് പാനൽ ബോർഡിൽ തന്നെയാണ് ക്യാമറ, 360 ഡിഗ്രി വ്യൂ എല്ലാം. മനസ്സിലായി. ഇത് കുറച്ചുകൂടി പ്രീമിയം വെഹിക്കിളാണ്. അതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി പ്രീമിയം വെഹിക്കിളാണ് വരുന്നത്. ഇതിനകത്ത് ഈ കണക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് എന്താണ് വരുന്നത്? GPS-ന്റെ എത്ര മണിക്കൂർ ഓടിയിട്ടുണ്ട്. അതെ. നമ്മുടെ ഇന്നൊരു അടുത്ത പ്രോഡക്റ്റ് ആണ് എക്സ്കവേറ്റർ. 222 ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് 22 ടണ്ണിന്റെ എക്സ്കവേറ്റർ. നമുക്കിപ്പോൾ ഓൾറെഡി കേരളത്തിൽ തന്നെ കുറച്ച് മിഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 7,000 8,000 അവേഴ്സ് ഓൾറെഡി മിഷൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് വേറെ ചേഞ്ചസ് ഒന്നുമില്ല, നോർമൽ സെയിം തന്നെയാണ്. Fiat എഞ്ചിനാണ്, നോർമൽ ഹൈഡ്രോളിക്സ് എല്ലാ കാര്യങ്ങളും വരും. 2 പ്രോഡക്ട്സിന്റെ LC നോർമൽ എക്സ്കവേറ്റേഴ്സ് 2 ടൈപ്പ് പ്രോഡക്ട്സ് ആണ് ഇതിൽ വരുന്നത്. അതിൽ മെയിൻ അഡ്വാൻറ്റേജും Fiat എഞ്ചിൻ, ഫ്യൂൽ കൺസംഷൻ, പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് എല്ലാം ഹൈ ആണ്. പിന്നെ അഡ്വാൻസ് ടെക്നോളജി മെഷീൻ ആണ് വരുന്നത്. 6 സിലിണ്ടർ ആണ് എഞ്ചിൻ വരുന്നത്. ഫിയറ്റിന്റെ പവർ ടൺ FPT എഞ്ചിൻ തന്നെയാണ്. നമുക്ക് ഓൺ ആയിട്ട് ബ്രേക്കേഴ്സും ഉണ്ട്. കേസിന്റെ തന്നെ ബ്രാൻഡിലത്തെ ബ്രേക്കേഴ്സ് ആണ്. നമുക്ക് ബാക്കോലയും 23 ടണ്ണിൽ വരുന്ന ബ്രേക്കേഴ്സ് ആണ്. പിന്നെ അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് ഗ്രേഡർ ആണ്. അത് മാത്രമാണ് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത്. സെയിം തന്നെ, വേറെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. 2 മോഡൽസ് ആണ് വരുന്നത്, 845 865. അപ്പം ഇത്രയൊക്കെയാണ്. കുറേയധികം പുതിയ മെഷീൻസ് കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചർ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ആൻഡ് സ്പെയർസ്, അതുപോലെ നമ്മുടെ എറണാകുളം കളമശ്ശേരിയിലാണ് നമ്മുടെ ഓഫീസ്. നമുക്ക് 5 ബ്രാഞ്ചസ് ഉണ്ട്. ഓൾ കേരള വരുമ്പോൾ തന്നെ നമുക്ക് കാസർഗോഡ്, കാലിക്കറ്റ്, കോട്ടയം, ട്രിവാൻഡ്രം, കിളിമാനൂരാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് എറണാകുളത്തെ കൊച്ചിയിലെ കളമശ്ശേരിയിലാണ് മെയിൻ ഓഫീസ് വരുന്നത്. ഹെഡ് ഓഫീസും വർക്ക്ഷോപ്പും എല്ലാം കാര്യങ്ങൾ വരുന്നത് നമ്മളെ കളമശ്ശേരിയിലാണ് വരുന്നത്. കണ്ടെയ്നർ റോഡിലാണ്. അപ്പം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു വിഷ്ണു, നൈസ് ടു ടോക്ക് ടു യു. അപ്പം അടുത്ത ദിവസം നല്ല വീഡിയോ നിങ്ങളെ സ്വന്തം വിഷ്ണു കൊടുർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ്.